ഭരണഘടന സംരക്ഷിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള പ്രാഥമികമായ ബാധ്യത ഉള്ള ആളാണ് ഗവർണർ. ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേപോലെ ഉറപ്പുവരുത്തുന്നു എന്ന് പരിശോധിക്കുക ഗവർണറുടെ ജോലിയാണ്. ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്തും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും നിർബാധം നടക്കുന്നു മലപ്പുറം ജില്ലയിൽ. ഇത് പറഞ്ഞത് മുഖ്യമന്ത്രിയാണ്, ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? ഇവിടെ രാജ്യത്തിന് തന്നെ ഭീഷണിയാവുന്ന തരത്തിൽ ഫോൺ ചോർത്തൽ നടന്നിരിക്കുന്നു. ഇതിനെപ്പറ്റി വിവരം അറിയാൻ ഗവർണർക്ക് ബാധ്യതയില്ലേ? എന്തുകൊണ്ടാണ് ഗവർണറുടെ ചോദ്യങ്ങളിൽ നിന്ന് സർക്കാർ ഒളിച്ചോടുന്നത്? മുഖ്യമന്ത്രി പൊതുസമൂഹത്തിന് മുമ്പിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഇപ്പോൾ പിന്നോക്കം പോവുകയാണോ? രാഷ്ട്രീയ പ്രേരിതമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ മുഖ്യമന്ത്രി നിലപാട് പറഞ്ഞത്? അതല്ല ശരിയായ നിലപാടാണ് മുഖ്യമന്ത്രി പറഞ്ഞതെങ്കിൽ എന്തുകൊണ്ടാണ് അത് ഗവർണറോട് വിശദീകരിക്കാൻ കഴിയാത്തത്? അതുകൊണ്ട് ഈ കാര്യത്തിന് മുഖ്യമന്ത്രി ഉത്തരം പറയും. സംസ്ഥാന നിയമസഭയിൽ അടിസ്ഥാനപരമായി ഉന്നയിക്കേണ്ട വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാതെ RSS നേതാവിനെ ADGP കണ്ടത് മാത്രം അടിയന്തര പ്രമേയമായി കൊണ്ടുവന്ന കോൺഗ്രസ് കള്ളക്കടത്ത് മറച്ചുവെക്കുകയാണ്, മയക്കുമരുന്ന് വ്യാപാരം മറച്ചുവെക്കുകയാണ്, രാജ്യദ്രോഹ പ്രവർത്തനം മറച്ചുവെക്കുകയാണ്. ഇവിടെ ADGPക്കും അതുപോലെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരെ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ സ്വർണ്ണക്കള്ളക്കടത്തുകാരെ സഹായിക്കുന്നു എന്നുള്ളതാണ്, ഹവാല ഇടപാടുകാരെ സഹായിക്കുന്നു എന്നുള്ളതാണ്, ഡ്രഗ് മാഫിയയെ സഹായിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അടിയന്തര പ്രമേയത്തിൽ ഈ വിഷയങ്ങളൊന്നും വരാത്തത്? RSS നേതാവിനെ ADGP കണ്ടത് ഒരു ക്രിമിനൽ കുറ്റമാണോ? നാടിനെ ബാധിക്കുന്ന എന്തെങ്കിലും പ്രശ്നമാണോ? അടിയന്തര പ്രമേയത്തിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഗൗരവതരമായ വിഷയങ്ങൾ ഉന്നയിക്കാൻ കോൺഗ്രസ് തയ്യാറാവാത്തത്? രാജ്യദ്രോഹ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് അടിയന്തര പ്രമേയത്തിന് പാത്രമാവുന്നില്ല? സ്വർണ്ണക്കള്ളക്കടത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സഹായിക്കുന്നു, ADGPയും പൊളിറ്റിക്കൽ സെക്രട്ടറിയും സഹായിക്കുന്നു. ഇതെന്തുകൊണ്ട് അടിയന്തര പ്രമേയത്തിന് വരുന്നില്ല? അപ്പോൾ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ശ്രദ്ധ തിരിച്ചുവിടുക, വോട്ട് ബാങ്കിന് വേണ്ടി നിയമസഭയെ കളമാക്കുക, പിണറായി വിജയനെ സംരക്ഷിക്കുക, പിണറായി വിജയന് രക്ഷാകവചം ഒരുക്കുന്ന പ്രതിപക്ഷ നേതാവാണ് കേരളത്തിൽ. ഇത് ശരിയായ നിലപാടല്ല. ഈ ഹരിയാന ജമ്മു കാശ്മീർ ഇലക്ഷൻ്റെ വിധി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ, ഏകദേശം തയ്യാറായിട്ടുണ്ടല്ലോ, എങ്ങനെ പ്രതികരണം? അല്ല, ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കുപ്രജങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയിലും മോദിയിലുമുള്ള വിശ്വാസം, നരേന്ദ്രമോദിയിലുള്ള അചഞ്ചലമായ വിശ്വാസം ഈ രാജ്യത്തെ ജനങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്നു. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ ജനവിശ്വാസം ഈ തെരഞ്ഞെടുപ്പിൽ BJP കിട്ടി. അതുകൊണ്ട് മോദിയിലുള്ള വിശ്വാസം, നരേന്ദ്രമോദി എന്ന് പറയുന്ന അജാത ശത്രുവായിട്ടുള്ള നേതാവിലുള്ള അചഞ്ചലമായ വിശ്വാസം ഈ രാജ്യത്തെ ജനങ്ങൾ ഊട്ടി ഉറപ്പിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. ഹിന്ദി ഹൃദയഭൂമി എന്ന് പറഞ്ഞാൽ ഇതൊരു ചെറിയ സംസ്ഥാനത്തിലെ ട്രെൻഡല്ല, ഉത്തര ഭാരതത്തിലുടനീളമുള്ള ട്രെൻഡാണ്. ഹരിയാന അത് തെളിയിച്ചിരിക്കുന്നു. വലിയ പ്രചാരണങ്ങൾ നടന്നു. അവിടെ കർഷക രോക്ഷം ആളിക്കത്തുകയാണ്. ട്രാക്ടറുകളാണ് തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുന്നത്. നിങ്ങൾ തന്നെ പറഞ്ഞതാണ്, കർഷക ഹൃദയഭൂമിയിൽ മോദി കാലിടറും, ഗുസ്തിക്കാരുടെ ബഹളം കാരണം കളം കൈവിടും. എന്തൊക്കെയാണ് നിങ്ങൾ? ജമ്മു കാശ്മീരിൽ ചരിത്രത്തിലില്ലാത്ത മുന്നേറ്റമാണ് BJPക്ക് ഉണ്ടായത്. ഇന്നേ വരെ ലഭിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ നമ്പറാണ്. ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ പ്രാവശ്യം സീറ്റിനെക്കാട്ടി കോൺഗ്രസ് പിന്നിൽ പോയിട്ട് കോൺഗ്രസിന് 8 സീറ്റേ കിട്ടുള്ളൂ. 8 തന്നെ കിട്ടില്ല, ഒരു 6-7 സീറ്റ് കിട്ടുള്ളൂ. കോൺഗ്രസ് ഇല്ലാതെ തന്നെ അവിടെ നാഷണൽ കോൺഗ്രസ് ഭരിക്കുന്നു. കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രസക്തി തന്നെ ഇല്ലാതായിരിക്കാം. KC വേണുഗോപാലിനോടൊക്കെ കുറച്ച് ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറയും. KC വേണുഗോപാലും രാഹുൽ ഗാന്ധിയൊക്കെ നയിച്ച് ഇപ്പം അധികാരത്തിൽ. ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് വഖഫിനെതിരായിട്ട് BJP നയിക്കുന്ന, മുൻപ് തീരദേശവാസികൾക്ക് വേണ്ടിയിട്ട് BJP നയിക്കുന്ന ഒരു പ്രതിഷേധ റാലിയാണ്. ഇതുവരെ ഇല്ലാതിരുന്ന മാധ്യമങ്ങളുടെ സന്നാഹമായിരുന്നു ഇന്ന് ഞാൻ കണ്ടത്.
കാരണം ഒട്ടനവധി പ്രതിഷേധങ്ങളും കാര്യങ്ങളും ഞങ്ങൾ പള്ളി വകയും എല്ലാവരും ഒത്തൊരുമിച്ച്, നാട്ടുകാർ തന്നെ എല്ലാവരും ഒത്തൊരുമിച്ച് തന്നെ ജാതി മതഭേദമില്ലാതെ ഞങ്ങൾ നടത്തിയിരുന്നു. എറണാകുളം വഞ്ചി സ്ക്വയറിൽ ഞങ്ങളൊരു പ്രതിഷേധ റാലി നടത്തിയിരുന്നു. അതൊന്നും ഈ മാധ്യമ സന്നാഹങ്ങൾ ഒരു ഫോട്ടോ എടുക്കലോ അല്ലെങ്കിൽ ഒരു വീഡിയോസോ ഒന്നും തന്നെ അവരുടെ ചാനൽസിലും കാര്യങ്ങളൊന്നും വന്നില്ല. പക്ഷേ ഇന്ന് BJP പ്രവർത്തകർ ഇത് ഏറ്റെടുത്തപ്പോൾ, ഈ ഒരു പ്രതിഷേധ റാലി ഏറ്റെടുത്തപ്പോൾ ഇന്നേ വരെ കാണാതിരുന്ന ഒരു മാധ്യമങ്ങളുടെ സന്നാഹം തന്നെ കണ്ടു. ഇങ്ങോട്ട് കയറി കുറച്ചുകൂടെ ബാക്കിക്ക്. റിസൾട്ട് ആയില്ല. കൗണ്ടിങ് ആയിട്ടുണ്ട്. അത് എന്താണ് ഞാൻ ോടുകൂടി മാധ്യമപ്രവർത്തകർക്ക് വാശിയായി. എന്താണെന്നറിയില്ല, അവർ വളരെ തിടുക്കങ്ങൾ കാര്യങ്ങൾ കാണിച്ചിട്ടാണ് ഇന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. ഇതേവരെ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട MP ഹൈബി ഈഡൻ, ആളുകൾ അവരെ പല പേരിലാണ് വിളിക്കുന്നത്, എങ്കിൽ കൂടിയിട്ടും ഞാൻ ബഹുമാനപ്പെട്ട ഹൈബി ഈഡൻ എന്ന് തന്നെ വിശ്വസിപ്പിക്കുന്നു. അദ്ദേഹം പല വാഗ്ദാനങ്ങൾ തന്നു. ഒരിക്കലും ഇതൊന്നും നടക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ, പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ, അതൊന്നും ഞാനിവിടെ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. എങ്കിൽ കൂടിയിട്ടും അവരൊക്കെ വന്നിട്ട് കൂടിയിട്ടും, ഒരു പ്രതിഷേധ റാലിയിൽ പങ്കെടുത്തിട്ട് കൂടിയിട്ടും ഇത്രയധികം മാധ്യമ സന്നാഹങ്ങളെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവരെല്ലാം വിഷ്വൽസ് എടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഇന്നത്തെ വാർത്തകളിൽ തത്സമയം ഇത് കാണുമായിരിക്കും. ഇത്രയധികം ജനങ്ങൾ, അതായത് ഏകദേശം ഒരു 600ഓളം കുടുംബം അവിടെ താമസിക്കുന്നുണ്ട്. അവരെല്ലാം ലോൺ എടുക്കാനും സ്ഥലം വിൽക്കാനും എല്ലാത്തിനും തന്നെ കഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതിനൊക്കെ ഒരു അറുതി വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.